തിരുവനന്തപുരത്ത് കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ അബോധാവസ്ഥയിലായി യുവതി മരിച്ചു. നേരത്തെ ഭർത്താവ് ശരത്തടക്കം ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപിച്ചിരുന്നു. മലയങ്കീഴ് സ്വദേശി കൃഷ്ണ തങ്കപ്പനാണ് മരിച്ചത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലുണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണം എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മൂത്രാശയക്കല്ലിന്റെ ചികിത്സയ്ക്കായി കൃഷ്ണയും ഭർത്താവ് ശരത്തും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെത്തിയത്. കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ യുവതിയുടെ ആരോഗ്യസ്ഥിതി വഷളായി അബോധാവസ്ഥയിലായെന്നാണ് കുടുംബത്തിന്റെ പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ കൃഷ്ണ ഇന്ന് രാവിലെയാണ് മരിച്ചത്. ഡോക്ടർ ഏത് ഇഞ്ചക്ഷനാണ് കൊടുത്തതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഡോക്ടർ ഗ്യാസിൻ്റെ ഏതോ ഇഞ്ചക്ഷൻ കൊടുത്തു എന്ന് പറയുന്നു. ആളില്ലാത്ത സമയത്ത് ഡോക്ടർ ഏത് ഇഞ്ചക്ഷൻ കൊടുത്തെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? വോയിസ് ക്ലിപ്പ് എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. മരുന്നിന് അലർജിയുള്ള കൃഷ്ണയ്ക്ക് മുൻകരുതലുകളൊന്നും എടുക്കാതെ കുത്തിവയ്പ് നൽകിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഇനി ഒരാൾക്ക് ഈ ഒരു ഗതി വരരുത്. പെങ്ങൾക്ക് വന്നു, അവള് പോയി, ഓടിച്ചാടി പോയതാണ്, കളിച്ചിരിച്ച് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ആ ഒരു മിനിറ്റ് മുമ്പ് വരെ വീട്ടുകാരെയും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതാ. ശ്രദ്ധിക്കാതെ എടുത്തതിൻ്റെ ഇതിൽ ഇപ്പോൾ ജീവൻ തന്നെ പോവുകയും ചെയ്തു. കൃഷ്ണയുടെ ഭർത്താവ് ശരത്തിന്റെ പരാതിയിൽ നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലെ സർജനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ കുത്തിവെപ്പ് എടുത്തിട്ടില്ലെന്നും ഉദരസംബന്ധമായ അസുഖത്തിനുള്ള പാൻഡോപ്രസോൾ മരുന്ന് മാത്രമാണ് നൽകിയതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഡോക്ടറെ പിന്തുണച്ച KGMOയും രംഗത്തെത്തി. മെഡിക്കേഷൻസ് എടുക്കുന്നതിനിടയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള അനാഫിലാക്റ്റിക് റിയാക്ഷൻ, ഒരു മരുന്നിനോടുള്ള റിയാക്ഷനിലേക്ക് പോയ ഒരവസ്ഥയാണ് ഉണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി DHSനോട് റിപ്പോർട്ട് തേടി. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.